പതിനെട്ടാം ദിവസം അറ്റാച്ച്മെന്റ് തിയറി. നമ്മൾ മറ്റുള്ളവരോട് എങ്ങനെ ബന്ധങ്ങൾ സ്ഥാപിക്കുന്നു എന്നത് കുട്ടിക്കാലത്ത് നമുക്ക് ലഭിച്ച പരിഗണനയുടെയും ബന്ധത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും. ദൈവവുമായിട്ടുള്ള ബന്ധവും ഇങ്ങനെ തന്നെയായിരിക്കും. ദൈവത്തെ നാം ഒരു കണിശക്കാരനായ വിധികർത്താവായിട്ടാണോ അതോ സ്നേഹനിധിയായിട്ടുള്ള ഒരു അഭയസ്ഥാനമായിട്ടാണോ കാണുന്നത്? യെശയ്യാ പ്രവചനം 49 അധ്യായം 15 വാക്യം. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഭൂമിയിലെ ഏറ്റവും ശക്തമായ ബന്ധം അമ്മയും മകനും തമ്മിലുള്ള ബന്ധമാണ്. എന്നാൽ ആ ബന്ധത്തെക്കാൾ ഉറപ്പുള്ളതും സുരക്ഷിതവുമാണ് ദൈവത്തിന് നമ്മോടുള്ള സ്നേഹമെന്ന് ഈ വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അല്പം മനഃശാസ്ത്രം. അറ്റാച്ച്മെന്റ് തിയറി. ഒരു കുട്ടിക്ക് തൻ്റെ മാതാപിതാക്കന്മാരിൽ നിന്ന് ലഭിക്കുന്ന സുരക്ഷിതത്വം അതിൻ്റെ പിൽക്കാല ജീവിതത്തെ സ്വാധീനിക്കുന്നു. അവൻ അല്ലെങ്കിൽ അവൾ ലോക ജീവിതത്തിൽ സഞ്ചരിക്കാൻ പോകുന്നത് മാതാപിതാക്കൾ തൻ്റെ പിന്നിലുണ്ട് എന്ന ഉറപ്പിലാണ്. ഒരു സെക്യൂർ ബേസ് അവനുണ്ട്. ഈ സെക്യൂർ ബേസ് ഇല്ലാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയപ്പാടോടുകൂടെയായിരിക്കും അവൻ ഈ ലോകത്തിൽ ജീവിക്കുക. ഇതേപോലെ തന്നെയാണ് ദൈവത്തെ വെറും കണിശക്കാരനായ വിധികർത്താവായി മാത്രം പരിഗണിക്കുന്ന വ്യക്തിയും. അവൻ ഈ ലോക ജീവിതത്തിൽ ഭയചകിതനായിരിക്കും. എന്നാൽ ദൈവത്തെ സുരക്ഷിത താവളമായി പരിഗണിക്കുന്നവർക്ക് പരാജയങ്ങളെ നേരിടാൻ സാധിക്കും. 2026 പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഒരു ഡിജിറ്റൽ അറ്റാച്ച്മെന്റിനെ കുറിച്ചാണ്. മനുഷ്യർക്ക് മനുഷ്യരോടോ മനുഷ്യർക്ക് ദൈവത്തോടോ ഉള്ള അറ്റാച്ച്മെന്റിനേക്കാൾ കൂടുതലായി തങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിനോടാണ് കൂടുതൽ അറ്റാച്ച്മെന്റ്. ഇത് താൽക്കാലികമായി ഒരു ആശ്വാസം അവന് നൽകുമെങ്കിലും ഫലത്തിൽ അത് ആഴമായ ഒറ്റപ്പെടലിലേക്കും യഥാർത്ഥ ബന്ധത്തിന്റെ അഭാവത്തിലേക്കും നയിക്കുന്നു. ഇന്നത്തെ ദിവസം വ്യക്തിപരമായി ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അത് സേഫ് ബേസ് ധ്യാനമാണ്. ദൈവത്തെ വിധികർത്താവായിട്ടല്ലാതെ സുരക്ഷിതമായ സ്നേഹമുള്ള ഒരു അഭയകേന്ദ്രമായി കാണുന്ന 5 മിനിറ്റ് ധ്യാനമാണത്. നിങ്ങൾ വലിയ തിരക്കുള്ള ഇടങ്ങളിലോ നിങ്ങളുടെ ജോലി മേഖലകളിലോ ആണ് എന്ന് സങ്കല്പിക്കുക. തൊട്ടടുത്തായി ദൈവം സ്നേഹമുള്ള ഒരു പാറയായി, വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരു പിതാവായി അടുത്തുണ്ട് എന്ന് സങ്കല്പിക്കുക. മൂന്നാമതായി നിങ്ങളുടെ ആകുലതകളും വിഷമങ്ങളും ഈ പാറയിലേക്ക്, സ്നേഹപിതാവിൻ്റെ കയ്യിലേക്ക് സാവധാനം കൈമാറുക. ഞാൻ സുരക്ഷിതനാണ് എൻ്റെ അഭയശിലയായ ദൈവത്തിൽ എന്ന് ആവർത്തിച്ചാവർത്തിച്ച് മനസ്സിനോട് പറയുക. ദൈവം അനുഗ്രഹിക്കട്ടെ.